നമസ്കാരം. എല്ലാ മലയാളികളും അതായത് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ 2000 രൂപ ലഭിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുടെ പുതുക്കിയ അറിയിപ്പ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. നമ്മളുടെ വീടുകളിൽ 2000 രൂപ ലഭിക്കുന്നവരുണ്ടെങ്കിൽ ഈ സഹായം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രധാന അറിയിപ്പ് സർക്കാർ നൽകിയിട്ടുള്ളത്. ആരൊക്കെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്, അതായത് പെൻഷൻ ഇനി അടുത്ത മാസങ്ങളിൽ തന്നെ മുടങ്ങാൻ പോകുന്നവരാരൊക്കെയാണ് എന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. 3 ലക്ഷത്തോളം വരുന്ന ആളുകളെ ബാധിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ മാസമൊന്നും അവരുടെ പെൻഷൻ തടസ്സപ്പെടുകയില്ല, കാരണം മുടക്കം കൂടാതെ വിതരണം ചെയ്യാനുള്ള ക്രമീകരണം സർക്കാർ നടത്തിയിട്ടുണ്ട്. പക്ഷേ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ല എങ്കിൽ നമുക്ക് തുടർന്ന് അങ്ങോട്ട് ആനുകൂല്യം നിലയ്ക്കും. അത് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമാക്കുകയാണ്. അറിയിപ്പ് പൂർണ്ണമായിട്ട് എല്ലാവരും ഒന്ന് കാണുക, കാരണം എല്ലാവരും ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എല്ലാവരും മുഴുവനുമായിട്ട് ഈ വീഡിയോ കാണാനെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അർഹതയുള്ള പെൻഷൻ വാങ്ങുന്ന വ്യക്തികളിലേക്ക് ഇത് എത്തിക്കുക, അവർ കൂടി ഈ കാര്യങ്ങൾ അറിയുകയും സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുകയും ചെയ്യട്ടെ. സംസ്ഥാന സർക്കാർ വരുമാന സർട്ടിഫിക്കറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടത്തുന്നത്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷമോ അതിന് മുകളിലോ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി പെൻഷൻ വാങ്ങാൻ വേണ്ടി യോഗ്യതയുള്ളവരല്ല. നിലവിൽ ഈ സർക്കാർ ഈ പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് ബാധകമാക്കിയപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നാളിതുവരെയായിട്ട് അപ്ലോഡ് ചെയ്യാതിരുന്ന ഗുണഭോക്താക്കളുണ്ട്. സർക്കാർ പറയുന്നതനുസരിച്ച് 2019 ഡിസംബർ മാസം 31 വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ഗുണഭോക്താക്കളിലാണ് ഇത്തരത്തിൽ 3 ലക്ഷത്തോളം വ്യക്തികൾ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തതായിട്ട് കാണിച്ചിട്ടുള്ളത്. അവരോടാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. 2020 ജനുവരി മാസം 1-ാം തീയതി മുതലൊക്കെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന, അതായത് പെൻഷൻ അപ്രൂവായി പെൻഷനൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാവരും തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കലെങ്കിലും സമർപ്പിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കിനി വരുമാന സർട്ടിഫിക്കറ്റ് വീണ്ടും നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ അതിനു മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ മാത്രം ഈ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതിയാകും. ഇനി ഈ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയമുള്ളവരെല്ലാം സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നമ്മളുടെ പെൻഷനർ ID ഉണ്ട്, അല്ലെങ്കിൽ ആധാർ നമ്പറുണ്ട്. ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം. സ്റ്റാറ്റസിൽ തന്നെ വാർഷിക വരുമാനം എന്ന ഭാഗത്ത് വരുമാന സർട്ടിഫിക്കറ്റിലെ വരുമാനം അവിടെ കാണിച്ചിട്ടുണ്ടാകും. ഇനി വരുമാന സർട്ടിഫിക്കറ്റ് അവിടെ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് എങ്കിലാണ് നമ്മൾ ഈ വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓൺലൈൻ വഴി അപേക്ഷകൾ വയ്ക്കുകയും വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും ചെയ്യേണ്ടത്. ഇത് നമ്മളുടെ പഞ്ചായത്തിൽ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പക്കൽ ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. ഇത് ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവർക്ക് ബാധകമല്ല. സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ, അതായത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് അവിവാഹിത പെൻഷൻ പോലുള്ള സ്കീമുകളിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കായിരിക്കും ബാധകമാകുന്നത്. ഇനി ഇത് മാത്രമല്ല, ഈ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള സമയപരിധി ജൂൺ മാസം 30-ാം തീയതി വരെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 3-4 മാസം കൂടി നമുക്ക് ഈ ഇളവുകളുണ്ടാകും. ആ ഒരു സമയത്തിനുള്ളിൽ ഈ രേഖ സമർപ്പിച്ചാൽ മതിയാകും. അത്രയും മാസത്തേക്ക് തുക നമുക്ക് തടസ്സപ്പെടുകയില്ല. പക്ഷേ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കാലതാമസം വരുംതോറും നമ്മളുടെ കുടുംബ വാർഷിക വരുമാനം ഓരോ മാസങ്ങളിലും വരുമാനം കൂട്ടിയൊക്കെയാണ് ഓഫീസർമാർ നൽകുന്നത്. അതായത് നിലവിൽ ആ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എത്രയും വേഗം രേഖകൾ കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക. അതിൽ ബാധകമാണ് എങ്കിൽ, അതായത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനാണ് കാണിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് സമർപ്പിക്കുക തന്നെ വേണം. എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.